ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ആയാലും ഇന്റീരിയർ ആയാലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ വീടിന്റെ ഡിസൈൻ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കാട്ടായിക്കോണം ജംഗ്ഷൻ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ്. 5.25 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് തന്നെ മടവൂർപ്പാറ വഴി ചേങ്കോട്ടോണം പോകുന്ന റോഡ് ഏകദേശം 1.5 കിലോമീറ്റർ വരുമ്പോൾ ഇങ്ങനെ ഒരു വില്ല പ്രോജക്റ്റ് കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അകത്തേക്ക് ഇതുപോലെ ഈ റോഡെല്ലാം ടാർ ചെയ്ത് നീറ്റ് ആകും കേട്ടോ. ഏകദേശം 5 മീറ്റർ വീതിയുള്ള റോഡാണ് നമുക്ക് അകത്തേക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ മിക്കവാറുള്ള ആ മേളിൽ പണി തീർന്ന വീടുകളെല്ലാം പെട്ടെന്ന് സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. മുൻവശം നോക്കി ഇവിടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇവിടെ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും. വെള്ളത്തിന്റെ സൗകര്യത്തിനാണ് കിണർ ഒരുക്കിയിട്ടുണ്ട്. വീടിന്റെ ആ ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ തന്നെ വീഡിയോസ് പലതും കാണുമ്പോൾ അതിലെല്ലാം ഒരു ട്രഡീഷണൽ രീതിയിലായിരിക്കും വെക്കൊണ്ടിരിക്കുക. അതൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻവശത്തുള്ള വാതില്, കട്ടള ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ്. കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് ലിവിംഗ് സ്പേസ് വരും. ഇവിടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഇവിടെ തന്നെ നമുക്ക് ഒത്തിരിയധികം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകും. ഡൈനിങ്ങിൽ നിന്ന് ഒരു പാറ്റിയിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചൺ വരുമ്പോൾ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആയിരിക്കും. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ചിമ്മിനിയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അവിടെ നിന്ന് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോവാം. ഇവിടെയും താഴേക്കെല്ലാം ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. എല്ലാ റൂമുകളിലും ഇതുപോലെ സീലിംഗിലും ചുമരിലുമായിട്ട് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്റൂമിനകത്ത് നമ്മുടെ താഴത്തെ നിലയിൽ കമോഡ് 2 വരുന്ന ഡ്യൂറാവിറ്റും അതുപോലെ തന്നെ ഫ്ലഷ് യൂണിറ്റ് ഒക്കെ ഗ്രോഹയാണ്. ഇവിടെയുള്ള കമോഡ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അതായത് ഇതിന്റെ ഒരു ഫൈനൽ ടച്ച് വീടിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഒരു വീട് കാണിക്കണമെന്ന് പറഞ്ഞാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതിലും ആ പറഞ്ഞതുപോലെ സീലിംഗ് വർക്ക് എല്ലാം തന്നെ ഉണ്ട്. ഇതിൽ ക്ലോസറ്റ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രകാശം നോക്കി ഇതുവഴി തന്നെ നല്ലതുപോലെ വെട്ടം വരും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊക്കെ നല്ല രസമായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സീലിങ്ങിലുള്ള ലൈറ്റ് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു അലങ്കാര ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ളതുപോലെ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. നമുക്ക് ഇതിന്റെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് വ്യത്യാസം വരും. താഴെയാണെങ്കിൽ ഡ്യൂറാവിറ്റിന്റെ കമോഡൊക്കെ ആയിരുന്നു. ഇതിൽ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഓപ്പൺ ടെറസിൽ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ, അതിന്റെ ടാപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇത്രയും ഇറക്കി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ മഴ നനയാണ്ട് അതിന്റെ അടിയിൽ വാഷിംഗ് മെഷീൻ എല്ലാം കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ നിന്ന് എടുത്ത തുണിയെല്ലാം ഈസിലി ഉണങ്ങാൻ ഇടാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിനകത്തും പൈപ്പ് ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മേളിൽ നല്ലൊരു കോമൺ സ്പേസ് കിട്ടും കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാം. അവിടെ നിന്ന് ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരും. ഇവിടെ നിന്ന് വീണ്ടും നിങ്ങൾ താഴേക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഈ സ്ഥലവും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ ഒരു കിൻഫ്രയിലോ അവിടെ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആക്സസ് ആണ്. കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 2-3 മിനിറ്റ് ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന ലൊക്കേഷൻ. താല്പര്യം വെച്ചാൽ 1.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ റോഡ് കൊള്ളാം കേട്ടോ. നല്ല വീതിയുള്ള റോഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ഇറങ്ങാൻ പറ്റും. ഇതിൽ പല വീടുകളും പെട്ടെന്ന് തന്നെ സെയിലാവുകയാണ് കേട്ടോ. അത്രയും നല്ല ഭംഗിക്കാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. 93 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമുക്കിവിടെ നിന്ന് ശ്രീകാര്യം സൈഡ് കയറണമെന്നുണ്ടെങ്കിലും ചേങ്കോട്ടോണം കയറി അങ്ങനെ ശ്രീകാര്യവും കയറാൻ സാധിക്കും.